ഇപ്പോ ഒരു പൊതു തെരഞ്ഞെടുപ്പ്, ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ദീർഘകാലത്തിന് ശേഷം BJP അധികാരത്തിൽ വന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകത രാജ്യത്തിന്റെ തലസ്ഥാന കേന്ദ്രത്തിലാണെന്നുള്ളതാണ്, ഡൽഹി. എങ്ങനെയാ BJP അധികാരത്തിൽ വന്നത്? ആം ആദ്മി പാർട്ടി പരാജയപ്പെടാൻ കാരണം എന്താണ്? കോൺഗ്രസ് അവിടെ എടുത്ത തെറ്റായ നിലപാടല്ലേ? വോട്ട് വീതവും വോട്ടിന്റെ കണക്കും സീറ്റ് വീതവും ഒക്കെ തന്നെ പരിശോധിച്ചാൽ കോൺഗ്രസ് എടുത്ത തെറ്റായ സമീപന കാരണമാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കി BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3ാം തവണയും ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. വർഷങ്ങളായി, എത്രയോ കാലങ്ങൾ ഡൽഹി അടക്കി ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇക്കുറി 70-ൽ 65 സീറ്റിൽ കോൺഗ്രസിന് ഡൽഹിയിൽ കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു. 70-ൽ 65 സീറ്റിൽ. എന്നാൽ കോൺഗ്രസ് പിടിച്ച വോട്ടും അവിടെ BJP ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയ വോട്ടും എടുത്ത് പരിശോധിച്ചാൽ, ഞാൻ അതിന്റെ എല്ലാ കണക്കൊന്നും ഓടിച്ചു. BJP ചെറിയ മാർജിനിൽ ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് പിടിച്ച വോട്ട് നിർണായകമായിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് പിടിച്ചതിന്റെ ഭാഗമായി BJP വിജയിച്ച സീറ്റുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ആ സീറ്റുകൾ കൊണ്ടാണ് BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നത്. ഇത് കോൺഗ്രസ് എടുത്തു വന്ന തെറ്റായ ഒരു സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ പോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് ദീക്ഷിത് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ നൽകിയ പരാതികളുണ്ട്. ആ പരാതികൾ ആയുധമാക്കിയിട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടത്? ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി സർക്കാരിനെ വേട്ടയാടിയത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയുടെ മുകളിലല്ലേ? BJP നേതാവ് എടുത്ത പരാതിയുടെ മുകളിലല്ല. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ BJP ഇതര സർക്കാർ, BJPക്കെതിരെ നേരിട്ട് പോരാടുന്ന ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് വഹിച്ച പങ്ക് നമുക്ക് മറക്കാൻ പറ്റൂ? ഇല്ലെന്ന് പറയട്ടെ, കണക്ക് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ എല്ലാ നിലയിലും BJPക്ക് ആക്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസ് അല്ലേ? അവിടെ BJPക്ക് കിട്ടിയ സീറ്റ് എത്രയാ? 48. BJPക്ക് കിട്ടിയ വോട്ട് വീതം എത്രയാ? 45.56%. ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കിട്ടിയത് 22 ആണെങ്കിലും 43.57% വോട്ടാണ് ആം ആദ്മി പാർട്ടി കിട്ടിയത്. അതായത് BJPയേക്കാൾ വെറും 2% വോട്ട് മാത്രമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കുറഞ്ഞത്. 2.2%. ആ 2% എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പെർസെന്റേജ് ആണ്, വളരെ ചെറിയ വ്യത്യാസമാണ്. 4.26% വോട്ട് 2020-ൽ കിട്ടിയ കോൺഗ്രസ് ഇക്കുറി കോൺഗ്രസിന്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു. കെട്ടിവെച്ച കാശൊക്കെ പലയിടത്ത് പോയെങ്കിലും 2% വോട്ട് കോൺഗ്രസിന് വർദ്ധിച്ചു. 4.26% വോട്ട് 2020-ൽ കിട്ടിയ കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 6.34% വോട്ടാണ്. അതായത് 2% വർധനവ്. കോൺഗ്രസ് സമാഹരിച്ച 2% വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കെതിരെ തുടർച്ചയായി നടത്തിയ ക്യാമ്പയിന്റെ കൂടി ഭാഗമായിട്ടാണ്. 14 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ നേരിട്ടുള്ള ഇത്തരം നിലപാട് കാരണം ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത്. ഇത് BJPയുടെ B ടീമായി ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.